അതായത് MT4 Good morning, sir. Okay, Afnamol, good morning. Good morning, sir. Okay, Gina. Good morning, sir. Okay, Naroy. Naroy ne kalpit ഇവിടെ നാളായി തോന്നുന്നു. Good morning, sir. Okay, Nigraham. Good morning. Priya, good morning. Yes. നമുക്ക് ആരംഭിച്ചാലോ? Yes, sir. Okay. Afnamol. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെർബ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ പറഞ്ഞ കൂട്ടത്തില് നമ്മൾ അതിന്റെ ഒരു 6 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മളെ ഓർമ്മയുണ്ടല്ലേ 6 ഞാൻ ക്ലാസ് ചെയ്തായില്ലായിരുന്നു. എനിക്ക് അന്നേരം സ്കൂളിൽ പോകാണ്ടായിരുന്നു. വെരി ഗുഡ് നോ പ്രോബ്ലം. ഓക്കെ, അനുഗ്രഹം ഓർമ്മയുണ്ടോ? ഒരു 6 നമ്മൾ പറഞ്ഞത്. ഒരു 6 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. പോട്ടെ, അന്ന് അത് കഴിഞ്ഞതിന് ശേഷം അത് മനോഹരമായിട്ട് ഒരാള് ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു തിരിച്ചിങ്ങോട്ട്. എവിടെയാ കണ്ണൂർക്കാരി? Sir. ഓക്കെ, നജിലല്ലേ പറഞ്ഞതെന്ന്? അതെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നജില, ആ ടെൻസിന്റെ പേര് മാത്രം പറഞ്ഞു. Simple present, simple past, simple future, present continuous, past continuous, future continuous. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ 6 ടെൻസുകളെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അത് മൂന്നിന്റെയും അർത്ഥത്തിലെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു. ഗോ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് സിമ്പിൾ പ്രസന്റ് പറഞ്ഞാല് ഞാൻ പോകാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് പറയുമ്പോൾ ഞാൻ പോയി, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഞാൻ പോകും, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഞാൻ പോവുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഞാൻ പോവുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ ഞാൻ പോവുകയായിരുന്നു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആം ഐ റൈറ്റ്? ഓക്കെ, ഇനി നമുക്ക് അന്ന് നിർത്തിയതിന്റെ ബാക്കി നമ്മൾ പറയുകയാണ്. അന്ന് നിർത്തിയതിന്റെ ബാക്കി. ഓക്കെ, അപ്പൊ അന്ന് നമ്മൾ നിർത്തിയത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരെയാണ്. 4 എണ്ണമാണ് പറഞ്ഞു നിർത്തിയത്. 6 എണ്ണമാണ് പറഞ്ഞു നിർത്തിയത്. അത് കഴിഞ്ഞ് 7ാമത്തെ നമ്മൾ എഴുതി
ഏഴാമത്തെ എഴുതിക്കും, ഹെഡിങ് എഴുതിക്കും. അതിന്റെ പേരാണ് പ്രസന്റ് പെർഫെക്റ്റ്. PRESENT, പ്രസന്റ്, PERFECT, പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയും. ഇപ്പൊ ജോഷിനോട് ചോദിക്കുകയാണ്, ജോഷി അച്ഛൻ എവിടെ? അച്ഛൻ പോയി. അച്ഛൻ പോയി എന്നുള്ളത് ഇന്നലെയാണ് പോയിട്ടുള്ളത് അച്ഛൻ. ഇന്നലെ പോയി എന്ന് പറയാം, വേണമെങ്കിൽ ഒരു മിനിറ്റ് മുമ്പേ പോയിട്ടുള്ളൂ. അപ്പൊ രണ്ട് രീതിയിൽ പറയേണ്ടി വരും. കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം ഇത് ഇപ്പോൾ പോയിട്ടുള്ളൂ, അല്ല നേരത്തെയാണ് പോയത് എന്ന്. ഓക്കെ, അതാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ഷോസ് ആൻ ഇമ്മീഡിയറ്റ് പാസ്റ്റ്, ജസ്റ്റ് മുമ്പ് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ഇമ്മീഡിയറ്റ് പാസ്റ്റ്, ജസ്റ്റ് മുമ്പ്. അപ്പൊ അത് നമ്മൾ എഴുതുമ്പോൾ ആദ്യം സബ്ജക്ട് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും, V3, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന വെർബേ ഉപയോഗിക്കാവൂ, മാറ്റി ഉപയോഗിക്കാവൂ. ഓക്കെ, അതാണ് അതിൻ്റെ അകത്തേക്ക് വരേണ്ട പ്രത്യേകത. യെസ്, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സബ്ജക്റ്റ് പറഞ്ഞു, യുടെ കൂടെ ഹാവ് വന്നു, ദേ ഹാവ്. ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അത് ഗോ ഉപയോഗിച്ചാൽ തെറ്റാണ്, വെന്റ് ഉപയോഗിച്ചാലും തെറ്റാണ്. എന്തുപയോഗിക്കണം? മൂന്നാമത്തെ they have gone. ഈ ഹാസോ ഹാവോ കഴിഞ്ഞാൽ പിന്നെ ഒരു വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ വെർബിന്റെ ടെൻസ് എന്തായിരിക്കണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ആയിരിക്കുക. അത് നിർബന്ധമുള്ള കേസ്, പിന്നെ അത് മാറ്റമൊന്നുമില്ല. അപ്പൊ നമുക്ക് പറയാം they have gone. അപ്പൊ ഈ they have gone എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോയിട്ടുള്ളത് നടക്കും. ഇനി നേരത്തെയാണ് പോയിരുന്നത് എങ്കിൽ നമുക്ക് they went എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. they went എന്നല്ല പറഞ്ഞേക്കുന്നത്, they have gone. ഇപ്പൊ എങ്ങനെ പോയിട്ടുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് വേറൊരു എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് ഞാൻ ഷീ എന്ന് പറയുന്നത്, ഷീ സബ്ജക്റ്റ്. ഷീയുടെ കൂടെ എന്ത് വരും? ഹാസ് വരും. ഷീ ഹാസ്. ഓക്കെ, ഷീ ഹാസ്. അവൾ എന്ത് ചെയ്തു? നിങ്ങളെ തെറ്റിദ്ധരിച്ചു. അപ്പൊ മിസ്റ്റേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മിസ്റ്റേക്കൻ. ഷീ ഹാസ് മിസ്റ്റേക്കൻ യു. അവൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഷീ ഹാസ് ഗോൺ. അവൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. പോയി കഴിഞ്ഞ അപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നൗ ഹാപ്പൻഡ്. യെസ്, അങ്ങനെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് അത് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് പറയുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ്, തൊട്ട് മുമ്പ് കഴിഞ്ഞ സംഭവത്തെ കുറിച്ച് പറയാണ്. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മകൻ നിങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്ക് വന്നു. അപ്പൊ നമുക്കെന്ത് പറയാം? മൈ സൺ ഹാസ് കം. മൈ സൺ കെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. അപ്പൊ കുറച്ചും കൂടി നേരത്തെ വന്നതായി, അപ്പോഴങ്ങോട്ട് വന്നോളൂ. അപ്പൊ ഹി ഹാസ് കം, അങ്ങനെ തന്നെ പറയാം. കം കെയും കം എന്നാണ്. ഓക്കെ ഓക്കെ, ഇമ്മീഡിയറ്റ് പാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബും അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ, ഷീ ഹാസ് ഗോൺ. ഷീ ഹാസ് ഗോൺ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ, പാസ്റ്റ് പെർഫെക്റ്റ്. യെസ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ് എഴുതുന്നു, ഹാഡ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ
മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കുള്ളൂ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, ആ വെർബിന്റെ ബ്രാക്കറ്റിലെ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 എന്നിങ്ങനെ എഴുതുക. സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു, ഹാഡ് ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിലും പറയാം, എന്ന് പറയാം ഷീ സബ്ജക്റ്റ് പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് പറയാം, ഹാഡ് പറഞ്ഞു, ഷീ ഹാഡ്. ഇനി നമുക്ക് വേണ്ടതാണ് ഗോ എന്ന് പറയുന്ന പ്രസന്റ് ടെൻസിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ത് പറയാം, ഗോൺ. ഷീ ഹാഡ് ഗോൺ. ഷീ ഹാഡ് ഗോൺ. അതുമല്ലാന്നുണ്ടെങ്കിൽ വേറെ സബ്ജക്ട്. അപ്പൊ ഇതിനകത്ത് വേറൊരു ഗുണമുണ്ട്. ഹാഡ് എന്ന് പറയുന്ന ആ ഓക്സിലറി വെർബ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഹാഡ് ചെയ്താൽ മതി, വ്യത്യാസമൊന്നുമില്ല. നോ ചേഞ്ച്, എല്ലാത്തിനും കൂടെ ഹാഡ് തന്നെ. യെസ്. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ പറയാം. യു ഹാഡ് റിട്ടൺ. റൈറ്റ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് റോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ. അപ്പൊ യു ഹാഡ് റിട്ടൺ ദ ലെറ്റർ. യു ഹാഡ് റിട്ടൺ ദ ലെറ്റർ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? എങ്ങനെയാണ്? അതായത് നമ്മൾ ആദ്യം പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞപ്പോ ഹി ഹാസ് ഗോൺ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു അവൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് ഹി ഹാഡ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് എന്റെ പോയി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു. യെസ്, പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ യു ഹാഡ് റിട്ടൺ, നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സ്റ്റഡീഡ്, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ നമ്മളൊരു പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞപ്പോ ഐ വാസ് സ്റ്റഡിയിങ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ പഠിക്കുകയായിരുന്നു എന്നാണ്. ഇതൊക്കെ തമ്മിൽ മാറിപ്പോകരുതിട്ടാണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. നമുക്കറിയാലോ കാര്യങ്ങളൊക്കെ, ഓരോ വാക്ക് ഓരോ ടെൻസിന്റെ അർത്ഥം ഇന്നതാണെന്ന് നമുക്കറിയാലോ. ഇത് നമുക്ക് തെറ്റില്ല. യെസ്. അപ്പൊ ഹാഡ് വരുമ്പോ ഉണ്ടായിരുന്നു എന്ന അർത്ഥമാണ്. ഐ ഹാഡ് മിസ്റ്റേക്കൻ യു, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. യു ഹാഡ് നോൺ ദ ഫാക്ട്സ്, KNOWN, നീ സത്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ടോട്ട് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ എഴുതിക്കോ, പാസ്റ്റ് പെർഫെക്റ്റ് എഴുതിയിട്ട് അതിന്റെ ഇടയിൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, ആ വെർബിന്റെ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി. അതിന്റെ അടിയിൽ എക്സാമ്പിൾ എഴുതിക്കോ. ഷീ ഹാഡ് gone, GONE, gone to Delhi. She had gone to Delhi. Okay. ഇതിന്റെ അകത്ത് നമ്മൾ അടുത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എവിടെയാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. യെസ്. അപ്പൊ നമുക്ക് അതൊന്ന് പറയാം. Anna Roy. Yes, sir. How are you? Very fine. അല്ലേ? Fine, sir. Okay. Anna Roy married ആണോ? Yes, sir. Yes. I am married. Okay. ഭർത്താവ് നല്ല കമ്പനി ആയിട്ടുള്ള ആളാണോ? Oh, yes, sir. ഓക്കെ. എന്നാ അന്ന റോയിനെ വിളിച്ച എക്സാമ്പിൾ പറയാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി എക്സാമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, എക്സാമ്പിളായിട്ട് കണ്ടെച്ചാൽ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന്. ഇപ്പോ അന്ന റോയി വിവാഹിതയാണ്. അന്ന റോയി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരാളെ സ്നേഹിച്ചു. നമ്മൾ അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ എക്സ് എന്ന് പറയും. Sir, എന്റെ പേര് മേജോ മോൾ എന്നാണ്. അന്ന റോയ് ഇസ് മൈ ഡോട്ടർ. എന്താണ് പറയുന്നത്? അന്ന റോയ് എന്ന് പറയുന്നത് എന്റെ മകളാണ്, ഡോട്ടറാണ്. മൈ നെയിം ഈസ് മെജോ മോൾ. ലെജോ. മെജോ മോൾ. ഓക്കെ മെജോ. ഓക്കെ. ഇനിയിപ്പോ തീരാറായി. ഓക്കെ. ഞാൻ വിചാരിക്കുന്ന എക്സാമ്പിൾ, ഒരാളെ സ്നേഹിച്ചു. ആ സ്നേഹിച്ച ആളുടെ പേര് നമ്മൾ മിസ്റ്റർ എക്സ് എന്ന് പറയുന്നു.
മിസ്റ്റർ എക്സ് എന്ന് പറയുന്നു. അന്ന റോയ് വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച അവരുടെ പേര് നമ്മൾ മിസ്റ്റർ വൈ എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ വിചാരിക്കുക. സപ്പോസ് അപ്പോ അന്ന റോയി സ്നേഹിച്ചത് 2010-ലാണ്. അന്ന റോയി വിവാഹം കഴിച്ചത് 2015-ലാണ്. അപ്പോ അന്ന റോയി സ്നേഹിച്ചു എന്നുള്ളത് കഴിഞ്ഞു പോയൊരു സംഭവമാണ്. അന്ന റോയി വിവാഹം കഴിച്ചു എന്നുള്ളതും കഴിഞ്ഞു പോയ സംഭവം. രണ്ടും കഴിഞ്ഞു. 2010 സ്നേഹിച്ചു, 2015 വിവാഹം കഴിച്ചു. അന്ന റോയി സ്നേഹിച്ചത് മിസ്റ്റർ എക്സ്, അന്ന റോയി വിവാഹം കഴിച്ചത് മിസ്റ്റർ വൈ. ഇത് നമ്മളൊന്ന് ഇംഗ്ലീഷിൽ പറയും. രണ്ടും കഴിഞ്ഞു പോയ സംഭവം. ഓക്കെ, അന്ന റോയി എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? Anna Roy had a loved Mr. X in 2010. Anna Roy married. Anna Roy married Mr. Anna Roy married Mr. Anna Roy has married. റോയ് എന്നുള്ളത് മിസ്റ്റർ വൈ എന്നുള്ളത് റോയ് നൽകിക്കും. കുഴപ്പമില്ല. Anna Roy has married Mr. Y in 2015. ഓക്കെ, അപ്പോ ഇത് ഇവിടെ ഒരാൾ പറഞ്ഞതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആർക്കെങ്കിലും പറയാൻ താല്പര്യമുള്ളവർ, അല്ലാതെ അങ്ങനെയല്ല, എന്റെ അഭിപ്രായത്തിൽ അത് ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പൊ ആദ്യത്തെ ഇപ്പം അന്ന റോയ് പറഞ്ഞു, അല്ലെങ്കിൽ മെജോ പറഞ്ഞു, Anna Roy had loved Mr. X. Anna Roy has married Mr. Y. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കടവത്തെ എന്ത് തോന്നുന്നു? അന്ന റോയ് പറഞ്ഞ കറക്റ്റ് ആണ്, സെന്റൻസ് കറക്റ്റ് ആണ് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടില്ല. ഓക്കെ, ഗൗരിപ്രിയ എന്ത് തോന്നുന്നു? സർ, ഞാൻ അന്ന റോയ് ഹാഡ് ലവ്ഡ് മിസ്റ്റർ എക്സ് ആൻഡ് മാരീഡ് മിസ്റ്റർ വൈ. അങ്ങനെയാണുള്ളത് അല്ലേ? അന്ന റോയ് ഹാഡ് ലവ്ഡ് മിസ്റ്റർ എക്സ്, അന്ന റോയ് മാരീഡ് മിസ്റ്റർ വൈ. അങ്ങനെയാണോ പറയണേ? ആൻഡ് അടിയിൽ ആൻഡ് ചേർക്കും. ആൻഡ് ചേർത്തിട്ട് അങ്ങനെ എഴുതുന്നതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഗൗരിപ്രിയ ആ അഭിപ്രായം കേൾക്കാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇതിന്റെ അകത്ത് ഞാൻ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അഫ്നാമോൾക്ക് പറയാൻ പറ്റും. അഫ്നാം, ഞാൻ ഇത്രയും ബിൽഡപ്പൊക്കെ ചെയ്തിട്ട് ആൾ പോയ വഴി പോയാ. യെസ്, അനുഗ്രഹ. എന്തോ? ഞാൻ പുറത്ത വണ്ടി കയറി നിന്നപ്പോഴാ അങ്ങനെ ഇങ്ങനെയൊക്കെ വരാതിരിക്കുന്ന ആളെ അഫ്നാമാണ്. യെസ്, ഓക്കെ. അനുഗ്രഹ പറഞ്ഞോളൂ. സർ, എനിക്ക് ഇപ്പൊ തോന്നിയൊരു ഇപ്പൊ കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞ പോലെ കടമത്തിന് ഇപ്പൊ കിട്ടിയൊരു ബുദ്ധിയിൽ നിന്ന് ഇപ്പൊ ഉദിച്ച സെന്റൻസ് പറഞ്ഞോളൂ. Anna Roy married Mr. Y, but she had loved Mr. X before. But she had loved Mr. X before. Okay, നിൽക്കട്ടെ. നിങ്ങൾ മിക്കവരും ശരിയുടെ അരികത്തൂടെ പോകുന്നുണ്ട്, തെറ്റൊന്നുമില്ല. ഓക്കെ 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 ഓക്കെ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അനുഗ്രഹ, ഞാൻ അനുഗ്രഹയുടെ പേര് വിളിച്ചതല്ലേ? അനുഗ്രഹ, യെസ്. ഞാൻ ഇതിൻ്റെ അകത്ത് വന്ന് തലയിട്ടത് ചെലവാക്കുന്നില്ല. തീരുമാനത്തിലെത്തട്ടെ. എന്നാ പറയൂ അനുഗ്രഹ. കല്യാണവും ഒരു സ്നേഹവും തമ്മിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണം. She had an affair with X, but she married Y. അപ്പൊ അനുഗ്രഹ വേറെ ലെവലായി. She had an affair with Mr. X and she married Mr. Y. Like
ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആരാണ്? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ചിന്തിക്കുന്ന കൊടുക്കപ്പെട്ടാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഇനി ആർക്കെങ്കിലും എനിബഡി? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് നേരത്തെ കടവത്ത് പറഞ്ഞതുപോലെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയാവുന്ന ആരെങ്കിലും? ഞാനിത് നിങ്ങളോട് പറഞ്ഞു, 2 സംഭവവും കഴിഞ്ഞു പോയ സംഭവം. ഓക്കെ, 2 കഴിഞ്ഞു പോയി. അതായത് സ്നേഹിച്ചത് 2010-ലാണ്, കല്യാണം കഴിച്ചത് 2015-ലാണ്. രണ്ടും പാസ്റ്റാണ്, കഴിഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, മിസ്റ്റർ അന്ന റോയ് ലൗഡ്, സ്നേഹിച്ചു, പാസ്റ്റ് ടെൻസ്. ആരെ സ്നേഹിച്ചു? മിസ്റ്റർ എക്സിനെ സ്നേഹിച്ചു. ആൻഡ് മാരീഡ്, വിവാഹം കഴിച്ചു. ആരെ വിവാഹം കഴിച്ചു? ഷീ മാരീഡ് മിസ്റ്റർ വൈ. അപ്പോ ലൗഡ് എന്ന് പറയുന്ന ടെൻസ് പാസ്റ്റ് ടെൻസ് ആണ്, മാരീഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, മാരീഡ് രണ്ട് പാസ്റ്റ് ടെൻസ്. ലൗഡ് ലൗഡാണ്. അപ്പൊ ഇത് ഏതുപോലെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഈ 6 എണ്ണം പഠിച്ചതിൽ, നേരത്തെ ഇന്ന് പഠിച്ചതല്ല, ഈ 6 എണ്ണം പഠിച്ചതിൽ ഏതുപോലെ വരും എന്ന് പറയാമോ രേഷ്മ? ഈ 6 എണ്ണം നമ്മൾ പഠിച്ചതിൽ ഏതുപോലെ വരും? അത് വരുന്നത് ആർക്കെങ്കിലും പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞ 6 എണ്ണത്തിൽ ഏതുപോലെ വരും? അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അന്ന റോയി ലൗഡ് മിസ്റ്റർ എക്സ് ആൻഡ് ഷീ മാരീഡ് മിസ്റ്റർ വൈ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച 6 ടെൻസിൽ ഒരു ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. അന്ന റോയ് ഇസ് കറക്റ്റ്. കടമത്ത് പറഞ്ഞത് കറക്റ്റ്. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ 2 സംഭവങ്ങളിൽ ആദ്യം നടന്ന സംഭവം ഏതാണെന്ന് നോക്കണം. ആദ്യം നടന്ന സംഭവം അപ്പൊ നോക്കിയേ, കല്യാണം കഴിച്ചു എന്നുള്ള ആ ആക്ഷൻ ആണോ, സ്നേഹിച്ചു എന്നുള്ള ആക്ഷൻ ആണോ ആദ്യം നടന്നത്? സ്നേഹിച്ചു. സ്നേഹിച്ചു അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും. അങ്ങനെ ഇതാണ് ഇനി ഓർത്തിരിക്കാനാണ് എളുപ്പം. ഇനി നിങ്ങളത് മറക്കൂല. 2 പാസ്റ്റ് ടെൻസ് ഒരുമിച്ച് വന്നാൽ അതിൽ ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റിലുമേ പറയാം. അവിടെയാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഇതൊക്കെ എന്തൊക്കെ നോക്കാതെ എവിടേക്ക് ഇത് നമ്മൾ തട്ടി, എവിടേക്ക് ആരുടെ കൂടെയൊക്കെ ഹയറൊക്കെ കേട്ട് വിട്ടു, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. യെസ്, അപ്പൊ ഇന്ന് പോലെ നമ്മൾ പഠിച്ചു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ 2 ആക്ഷൻസ് അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം നടന്ന സംഭവം ഏതാണോ ആ സംഭവത്തിനോടുകൂടെ എന്ത് ചേർക്കുകയാണ്? ഹാഡ് ചേർക്കുക. ഓക്കെ, ഫരീദ. ഫരീദ ഓക്കെ, അവിടെ നിൽക്കട്ടെ. കൃഷ്ണേന്ദു. ആരും വിളിയേക്കൂല കേട്ടോ. ജീന വരുമെന്ന് അറിയാം. ജീന. ഓക്കെ, ജീന ഈ കോഴ്സിൽ ചേരുന്നതിന് മുമ്പ് പഠിച്ചിരുന്ന കോഴ്സ് ഏതായിരുന്നു? അപ്പൊ പറയുന്നത് ഇതാണ് വേണ്ടത്. ഞാൻ മോണ്ടിസോറിയിൽ ചേരുന്നതിന് മുമ്പ് +2 പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ +2 പഠിച്ചതാണ് ആദ്യം നടന്ന സംഭവം. മോണ്ടിസോറിയിൽ ക്ലാസ്സിൽ ചേർന്നത് പിന്നീടാണ്. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. അല്ലെങ്കിൽ ഞാൻ +2 പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷമാണ് മോണ്ടിസോറിയിൽ ചേർന്നത് എന്ന് പറഞ്ഞാലും മതി. അപ്പൊ നോക്ക്, ഇതിനകത്ത് ആദ്യം നടന്ന സംഭവം നോക്ക്. ആദ്യം നടന്ന സംഭവം മോണ്ടിസോറി ചേർന്നതല്ലല്ലോ, +2 പഠിച്ചതല്ലേ. അപ്പൊ ആ +2 പഠിച്ചതിനെ കൂടി ഹാഡ് വെച്ച് പറയണം. ഓക്കെ, പറഞ്ഞു. I had studied +2. I had studied +2 before joined Montessori class. Before I joined Montessori class. Okay, very good, very good. Congratulations, very good, very good, very good. Okay, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും
നിങ്ങൾ രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് അത് ആദ്യം നടന്ന സംഭവം ഹാഡ് വെച്ചും രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റും പറയാം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു സംഭവം ആലോചിക്കുക. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ ഹാഡ് വാഷ്ഡ് ദ പ്ലേറ്റ് ബിഫോർ ഐ സർവ്ഡ് ദ ഫുഡ്. ഓക്കെ, ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്ലേറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നടന്ന പ്ലേറ്റ് കഴിക്കുന്നുള്ളതല്ലേ. ഐ ഹാഡ് വാഷ്ഡ് ദ പ്ലേറ്റ്, വാഷ്ഡ് ദ പ്ലേറ്റ് ബിഫോർ ഐ സർവ്ഡ് ദ ഫുഡ്. ഞാൻ ഫുഡ് വിളമ്പുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് പറയാം, ഐ ഹാഡ് പുട്ട് some coconut oil on my head before I took a bath. Yes, വിഷയല്ല, സംഗതി കറക്റ്റ് ആണ്. പക്ഷെ അതിനകത്ത് ഹാഡ് കഴിഞ്ഞതിന് ശേഷമുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ കണ്ടില്ല. യെസ്, അത് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഐ ഹാഡ് ടേക്കൺ മൈ മെഡിസിൻ ബിഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ്. സംഗതി കറക്റ്റ് ആണ്. പക്ഷെ ബിഫോർ ഐ ടുക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, അതിൻ്റെ അതൊരു പാസ്റ്റൻസ് കൂടി വേണം അപ്പുറത്ത്. ഓക്കെ, ഐ ഹാഡ് പ്രിപ്പയർഡ് ദ ഫുഡ് ബിഫോർ ദേ കെയിം ഹിയർ. വെരി ഗുഡ് ശ്രീലക്ഷ്മി, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവം കൊടുക്കുക. അതിൽ ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന സംഭവം പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിലും. പാസ്റ്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ ഹാഡ് കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. രണ്ടാമത് നടന്ന സംഭവത്തിനെ കൂടി വെർബിന്റെ പാസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, മറക്കരുത്, എന്നാലത് കറക്റ്റ് ആവും. ഐ ഹാഡ് മാരീഡ് ബിഫോർ ഐ കംപ്ലീറ്റഡ് ദ ഡിഗ്രി. സിഒഎം പാസ്റ്റ് ടെൻസ് വന്നില്ല, പാസ്റ്റ് ടെൻസ്. ഓക്കെ 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 ഓക്കെ, സാറേ, ഞാൻ പറഞ്ഞോളൂ ദീപ. I had practiced the dance before perform the stage. Before I performed. Okay okay okay, അത് മതി. സബ്ജക്റ്റും പിന്നെ വെർബിന്റെ പാസ്റ്റ് ടെൻസ് പറയുന്നു. രണ്ടാമത് പെർഫോംഡ്, PERFORMED. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നൗണാണ്. നമുക്ക് വേണ്ടത് വെർബാണ് വേണ്ടത്. ഓക്കെ ഓക്കെ, പെർഫോമൻസ് പ്രകടനം. പെർഫോം എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കുക, വെർബാണ്. അപ്പൊ അതിന്റെ പാസ്റ്റൻസ് പ്രകടിപ്പിക്കുന്നതിന് മുമ്പ്. ഓക്കെ ഓക്കെ, ബിഫോർ മൈ പെർഫോമൻസ് കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒരെണ്ണം സിമ്പിൾ പാസ്റ്റും ഒരെണ്ണം പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി ആരാണ് നിങ്ങൾക്ക് പറയാം? കടവത്തെ ഒന്നില്ലല്ലോ. പറയാൻ ഉദ്ദേശിച്ചൊക്കെ ഓരോരുത്തരായിട്ട് പറഞ്ഞു സർ. ഓക്കെ, അപ്പൊ വാക്കുകൾ പറ്റില്ല. ദിവ്യ പറയുന്നു ഐ ഹാഡ് വർക്ക് ഇൻ എം സ്കൂൾ ബിഫോർ ഐ മാരീഡ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, നല്ല സെന്റൻസ് ആണ്. ഓക്കെ 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 ഓക്കെ, ഇതാണ് നമ്മളെ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്. ജോഷി വന്നില്ലല്ലോ. വെയിറ്റ് ഫോർ നൺ എന്ന് പറയുന്നത് കാരണം എന്താണ്? അപ്പോഴേക്കും ഓരോന്ന് അടിച്ചടിച്ച് കൊണ്ടുപോകും. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് പറയാം, സമയം തരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് പറഞ്ഞപ്പോ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി എപ്പോഴെങ്കിലും ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ ഉപയോഗം അന്നാറോയും മറക്കുമോ? മറക്കില്ല. ഐ ഹാഡ് മേഡ് ദ മിസ്റ്റേക്ക് ബിഫോർ ഐ റെക്കഗ്നൈസ് ഇറ്റ്. കടവത്ത് വെരി ഗുഡ് സെന്റൻസ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. കേട്ടോ, ഞാനത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാനൊരു തെറ്റുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, മനസ്സിലാക്കിയത് രണ്ടാമതും തെറ്റുണ്ടാക്കിയത് ആദ്യമാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ അന്നാറോയിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് ഓർമ്മയുള്ള നിങ്ങളത് മറക്കും. അന്ന് അന്നായനോട് മേജറോട് അങ്ങനെ പറയാനുണ്ടായതാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും, രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവൻ ഇംഗ്ലീഷ് ടെസ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ ഈ ഹാഡും പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വന്നത് കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത് നടന്ന സംഭവം എഴുതിയിട്ടുണ്ടോ നോക്കുക. അത് നിങ്ങൾ വന്നിട്ടുണ്ടോ? യെസ്, ഓക്കെ.
രണ്ട് പാസ്റ്റ് ടെൻസ് വരികയാണെങ്കിലാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഒറ്റ പാസ്റ്റ് ടെൻസ് ആയിട്ട് വരികയാണെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് എന്താണെന്ന് പറഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ നമ്മൾ പോവുകയാണ്. അതിന്റെ പേരാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എനിക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെക്ഷൻ നമുക്കൊന്ന് എഴുതി വെക്കാം. സബ്ജക്ട് പ്ലസ് എസ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് HAVE ഹാവ് പ്ലസ് ബി വെർബിന്റെ ബി ബ്രാക്കറ്റിൽ PP അല്ലെങ്കിൽ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, അപ്പൊ നമുക്കൊന്നുകൂടി പറയാം. ഞാൻ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ഹാവ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉപയോഗിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ വെർബ്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുന്നു. ദേ സബ്ജക്റ്റ് ആയി, വിൽ ഉപയോഗിച്ചു, ഹാവ് ഉപയോഗിച്ചു, അത് കഴിഞ്ഞിട്ട് ഗോ എന്ന് പറയുന്ന പേരിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചു, ഗോൺ. They will have gone. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് ഒന്ന് മാറ്റിയാണ്, ഷീ ആക്കിയത്. ഷീ വിൽ ഹാവ് റെഡ്, READ, റെഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഷീ വിൽ ഹാവ് റെഡ് ദി ലെറ്റർ. ഓക്കെ, അതല്ല നമുക്ക് അടുത്ത ഒരെണ്ണം പറയാം. യു വിൽ ഹാവ് studied, STUDIED, studied English poem. അപ്പൊ ഇവിടെ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണെന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും. അതിന്റെ അർത്ഥം ഇതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ he will have gone എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് അർത്ഥം. പോയി കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ മൂന്നിന്റെയും അർത്ഥം ഞാൻ ഒന്നുകൂടി പറയാം. പ്രസന്റ് പെർഫെക്റ്റിന്റെ അർത്ഥം അവൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ അർത്ഥം അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ അർത്ഥം അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ ആ പോവുക എന്നുള്ള വാക്ക് മാറ്റിയിട്ട് വേറെ വാക്ക് വെച്ചാൽ അങ്ങനെയായിരിക്കും. ആ പോവുക എന്നുള്ള പകരം കം എന്ന് പറയുന്നത്, അപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. അതിനു പകരം തിങ്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ തോട്ടുന്നത് എഴുതുകയാണെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ആ വാക്ക് മാറ്റിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അർത്ഥം ഏതാണെന്ന് പിടികിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പൊ അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ 9 എണ്ണം നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇന്ന് നമ്മൾ പഠിച്ച പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അത് മൂന്നും മനസ്സിലായി കാണുമല്ലോ. ആ മൂന്നാമത്തെ പറഞ്ഞതിന് ഒരു എക്സാമ്പിളും കൂടി എഴുതിക്കും. എക്സാമ്പിൾ, ഷീ will have gone, G-O-N-E, gone to Delhi. She will have gone to Delhi. Okay. അപ്പോ കോമൺ ആയിട്ടുള്ള ഉപയോഗത്തിന് ഇത്രയും മതി. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും ഇടക്കിടക്ക് ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാറുള്ളതായതുകൊണ്ട്, പരീക്ഷക്കല്ല ജീവിതത്തിൽ വരാറുള്ളതായതുകൊണ്ടും ഞാൻ ഒരു കാര്യം പറയുന്നു. ഓക്കെ, അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ദീപാവലി പറയൂ. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റിന് സർ നേരത്തെ പറഞ്ഞ പോലെ ഒരു സന്ദർഭം വെച്ചിട്ട് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കുറച്ചും കൂടെ നമുക്കൊരു ഐഡിയ. അങ്ങനെ പറയാനായിട്ട് എന്തായാലും നമുക്ക് പറയാം. ഇപ്പൊ ഏതാണ്ട് സമയം 11:06. അപ്പൊ നാളെ ഈ സമയത്ത് കടവത്ത് ഗൾഫിലേക്ക് പോയിട്ടുണ്ടാവും. നാളെ അത് ഇംഗ്ലീഷിൽ പറഞ്ഞു.
I will have gone to Dubai. I will have gone to Gulf അല്ലെങ്കിൽ I will have gone abroad. പോയി കഴിഞ്ഞിട്ടുണ്ടാകും. I will have gone to abroad at this time tomorrow. കണ്ടോ? നാളെ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും. യെസ്. അല്ലെങ്കിൽ നാളെ ഞാൻ റിസൾട്ട് വരുന്നത്, നാളെ ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ജയിച്ചിട്ടില്ല എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുകയുള്ളൂ. I will have passed the examination tomorrow. നാളെ ഞാൻ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടാകും. എനിക്ക് ഫുള്ളി കോൺഫിഡന്റ് ആണ്. ഓക്കെ, അങ്ങനെ പറയുമ്പോഴാണ് ഇത് പറയുക. അപ്പൊ നമ്മൾ ചിലപ്പോ വിചാരിക്കും തൊട്ട് മുന്നിൽ നമ്മൾ പഠിച്ച ഒരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്, അത് ഞാൻ പാസ്സാകുക ആയിരിക്കും എന്നാണ്. ഇത് കോൺഫിഡന്റ് ആണ്, ഞാൻ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടാകും. റിസൾട്ട് പറഞ്ഞിട്ട് തലേ ദിവസം ടെൻഷൻ അടിച്ചിരിക്കുന്ന മക്കളോട് നമ്മൾ പറയില്ലേ, എന്ത് പറയും? പേടിക്കണ്ട, നാളെ അല്ലേ ടെൻഷൻ അടിക്കുന്നത്, നീ പാസ്സാവും. അപ്പൊ നമ്മൾ യു വിൽ ഹാവ് പാസ്ഡ്, നീ പാസ്സായിട്ടുണ്ടാകും എന്ന് നമ്മൾ കോൺഫിഡൻസ് കൊടുക്കാറില്ലേ? യെസ്. അതുപോലെ ഭാവിയിൽ നടക്കാനാ പോകുന്ന, പൂർത്തിയാക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദീപ ഉണ്ണി, ദീപ എന്തോ? ആ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. ദീപയുടെ നാട് എവിടെയാ? നാഗപ്പുഴ. എന്ന് വെച്ച് കഴിഞ്ഞാല് മൂവാറ്റുപുഴയാണോ? കല്ലൂർക്കാട്. കല്ലൂർക്കാട്. ഓ, കല്ലൂർക്കാട് ഫാർമേഴ്സ് ക്ലബ് ഒക്കെ അല്ല, ഫാർമേഴ്സ് ബാങ്ക് ഒക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ബാങ്ക് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ കല്ലൂർക്കാട് നമുക്ക് എടുത്തു. ഈ കല്ലൂർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ദീപ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായിട്ടുണ്ടാവും? ഉദ്ദേശം പറഞ്ഞാൽ മതി, നമുക്ക് കണക്കൊന്നും കറക്റ്റ് വേണമെന്നില്ല. ഉദ്ദേശം പറഞ്ഞാൽ മതി. 30 years. ഓക്കെ ഓക്കെ, 30 years. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 2024 മൈനസ് 30 എന്ന് പറയുമ്പോ ഓക്കെ, അപ്പൊ ഒരു 24 പിന്നെ ഒരു 6 അല്ലേ? അപ്പോ നമുക്ക് കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ കണക്കിൽ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ 2000 മുതൽ നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 2000 മുതൽ ഞാൻ കല്ലൂർക്കാടാണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ കല്ലൂർക്കാടാണ്, നാളെയും ഞാൻ കല്ലൂർക്കാടായിരിക്കും. എങ്ങനെ ഇംഗ്ലീഷ് പറയും? കേൾക്കുന്ന ആൾക്കത് മനസ്സിലാവണം. അതായത് ഇത് കേൾക്കുമ്പോ എവിടെയാണ് ഇപ്പോ ദീപയുടെ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാവണം, ഓ ഇയാള് 2000 തുടങ്ങി അവിടെയാണ് താമസിക്കുന്നത്, ഇപ്പോഴും അവിടെയാണ്, നാളെ ഞാൻ വന്നു കഴിഞ്ഞാലും കല്ലൂർക്കാട് തന്നെ ആളുണ്ടാവും. തെറ്റിക്കോട്ടെ ദീപ, പറഞ്ഞോ. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവില്ല, ഞാൻ കൊറേ ക്ലാസ് കേട്ടില്ല സാറ്. ആ ഓക്കെ ഓക്കെ, ഇത് അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല, ഇത് പുതിയത് പറഞ്ഞതാണ്. അടുത്ത ടെൻസ് പഠിപ്പിക്കാൻ പോണതിന് മുമ്പേ, അല്ലെങ്കിൽ നമ്മുടെ കടമത്ത് ചോദിക്കും, സാറേ അത് ഏത് സന്ദർഭത്തിലാണ് വല്ലതെന്ന് പറഞ്ഞു വരില്ലേ? അപ്പൊ അതുകൊണ്ട് കടമത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യെസ്, ഈ ഒരു സംഗതിയായിട്ടാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ കുടുംബശ്രീയിൽ ഉണ്ട്, ദീപയുണ്ട്. അപ്പൊ ഒരു 5 വർഷമായിട്ട് കുടുംബശ്രീയിലുണ്ട്. അപ്പൊ നമുക്ക് പറയാം 2020 മുതൽ ഞാൻ കുടുംബശ്രീയിലുണ്ട്, ഇപ്പോഴും കുടുംബശ്രീയിൽ ഞാനുണ്ട്, നാളെയും കുടുംബശ്രീയിൽ ഞാൻ ഉണ്ടാവും. അങ്ങനെ നമുക്ക് പറയാല്ല, 2020 മുതൽ. അപ്പൊ നമുക്ക് പറയാം സിൻസ് 2020. യെസ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് ഇത്ര ഒടുങ്ങി ഞാൻ ഇവിടെ താമസിക്കുന്നത്, ഇപ്പോഴും ഞാൻ ഇവിടെയാണ്, നാളെ ഇവിടെ തന്നെ ആയിരിക്കും. സർ ഞാൻ പറയട്ടെ? ആ ഓക്കെ, പറഞ്ഞോളൂ. I have been here since I born. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഒരു വാക്കിന്റെ അടുത്ത് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞോളൂ. I have been lived Palakkad since 1990. ഒരു ചെറിയ മിസ്റ്റേക്ക് എന്നെ പറ്റിയിട്ടുണ്ട്, 90% കറക്റ്റ് ആണ്. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ടെൻസ്. അപ്പൊ 3, 6, 9, 10, നമ്പർ 10 എഴുതിക്കും. ഹെഡിങ് എഴുതിക്കോ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റുമാണ്. ഇനി നമ്മൾ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സാറേ, ആ പറഞ്ഞോളൂ.
ഐ ഹാഡ് ഒന്നുകൂടി പറയുമോ? ഐ ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഉണ്ടായിരുന്നു. ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് മിസ്റ്റേക്കൻ, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഹാഡ് കഴിഞ്ഞാൽ വെറുതെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണമെന്നുള്ളതാണ് വേണ്ടത്. പിന്നെ 2 പാസ്റ്റ് ടെൻസ് വരുന്നുണ്ട് ഒരു സെന്റൻസെങ്കിൽ ആ സെന്റൻസിന്റെ കൂടെ ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെ ഹാഡ് ഉപയോഗിച്ച് പറഞ്ഞിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്. 2 പാസ്റ്റ് ടെൻസ് ഒരു സെന്റൻസിൽ വരുന്നുണ്ടെങ്കിൽ, 2 പാസ്റ്റ് ആക്ഷൻ വരുന്നുണ്ടെങ്കിൽ ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെ ഹാഡ് ഉപയോഗിക്കും. യെസ്, പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ പറഞ്ഞത് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ അർത്ഥം അതിന്റെ സ്ട്രക്ചർ എസ് പ്ലസ് എസ് സബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ, BEN, ബീൻ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. അപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ? ഗൗരി പറഞ്ഞപ്പോ എവിടെയാണ് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതെന്ന്? സബ്ജക്റ്റ് എഴുതണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവണം, അത് കഴിഞ്ഞതിന് ശേഷം ബീൻ എന്ന് ചേർക്കണം, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം, വെർബിന്റെ കൂടെ എന്ത് വേണം? ING വേണം. ഇപ്പൊ നമുക്ക് പറയാം ഐ ഹാവ് ബീൻ ലിവിങ്. അല്ല, ഐ സബ്ജക്റ്റ്, ഹാവ് അതിന്റെ കഴിഞ്ഞ ശേഷം വന്നു, ബീൻ വന്നു, ലിവ് എന്ന് പറയുന്നതിന്റെ കൂടെ ING ചെയ്തു. ഐ ഹാവ് ബീൻ ലിവിങ് അറ്റ് കല്ലൂർക്കാട് സിൻസ് 2000. 2000. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുമ്പോൾ കേൾക്കുന്ന ആൾ മനസ്സിലാക്കണം. അതെ, നേരത്തെ തുടങ്ങി അവിടെയും ഇപ്പോഴും അവിടെയും നാളെ അവിടെ തന്നെ ഇരിക്കും. അതാണ് അത്രയും കോൺഫിഡൻസോടുകൂടി പറയുന്നത്. ഇനി നേരത്തെ അവിടെയാണ്, ഇപ്പോഴവിടെ എല്ലാവരും വേറൊരു ടെൻഷനാണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, നേരത്തെ എവിടെയാണ്, ഇപ്പോഴും അവിടെയാണ്, നാളെയും അവിടെയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ലഘൂകരിച്ച് പറയുമ്പോൾ an action started in the past and it continues in the present and it will continue in the future. നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിലും തുടരുമെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയും. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പൊ മറക്കൂലല്ലോ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മറക്കില്ലല്ലോ. നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിലുമുണ്ടെങ്കിൽ. ഓക്കെ, അതിന്റെ അടിയിൽ ആ വാചകം തന്നെ എഴുതിക്കോ. ഐ എക്സാമ്പിൾ ചെയ്തു, ഐ ഹാവ് ബീൻ ലിവിങ് അറ്റ് കല്ലൂർക്കാട് സിൻസ് 2000. ഓക്കെ, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എവിടെയാണ് താമസിക്കുന്നത്? എത്ര വർഷമായിട്ടുള്ള നോക്കിയിട്ട് അത് സെന്റൻസ് ആയിട്ടൊന്ന് പറഞ്ഞേ. I have been living in Tripunithura since 2000. Since 2000. ശ്രീലക്ഷ്മി വെജിറ്റേറിയൻ ഫുഡാണോ നോൺ വെജിറ്റേറിയൻ ഫുഡാണോ ഉപയോഗിക്കുന്നത്? രണ്ടും ഉപയോഗിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം സർക്കാരത്തേക്ക് നോൺ വെജിറ്റേറിയൻ. അപ്പൊ അതൊന്ന് പറഞ്ഞേ, ഒരു പ്രശ്നം പറയാം. അന്ന് മുതൽ ഞാൻ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് ഉപയോഗിക്കുന്നത്. Since then I have been സിൻസ് ദെൻ എന്നുള്ള സ്ഥലത്ത് നമ്മളൊരു വർഷം പറയണം, ഒരു ടൈം പറയണം. ആഫ്റ്റർ മൈ മാരേജ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസിഡന്റ് പറയണം. അവിടെ മുതൽ പിന്നെ പറഞ്ഞു ഐ ഹാവ് ബീൻ. Okay, after my marriage I have been eating only non-veg food. Okay, അതിന് വേറെ ഐ ഹാവ് ബീൻ ടേക്കിംഗ് ഫുഡ് എന്ന് പറഞ്ഞാലും ഇറ്റുന്നല്ലേ. ഐ ഹാവ് ബീൻ ടേക്കിംഗ് വെജിറ്റേറിയൻ ഫുഡ്. വിവാഹത്തിന് ശേഷം നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ വേണമെങ്കിൽ പറയാം ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മൈ പാരന്റ്സ് ഐ ഹാവ് ബീൻ
ഈറ്റിംഗ് എന്ത് വെജിറ്റേറിയൻ ഫുഡ് അങ്ങനെ പറയും. ഓക്കെ, അപ്പൊ നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിലും ഉണ്ടാവുമെങ്കിൽ അതിനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയും. ഓക്കെ, ഇനി ഓക്കെ, ഐ ഹാവ് ബീൻ ലിവിംഗ് എന്ന് പറഞ്ഞാൽ കല്ലൂർക്കാടുണ്ടെന്നാണ്. ഐ ഹാവ് ബീൻ ലിവിംഗ് എന്ന് വിളിച്ചത് LIVING പ്ലസ് ഞാൻ കല്ലൂർക്കാടാണ് താമസിക്കുന്നത്. യെസ്, ഐ ഹാവ് ബീൻ കല്ലൂർക്കാട് എന്ന് പറയുമ്പോൾ ഞാൻ കല്ലൂർക്കാട് പോയിട്ടുണ്ടായിരുന്നു എന്ന് അർത്ഥം വരും. അതാണ് യെസ്. നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അവിടെ ഐ ഹാവ് ബീൻ അതിനൊരു അർത്ഥം കൂടി ഉണ്ട്, അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് വരാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഞാൻ പറഞ്ഞത്. അടുത്ത ഹെഡിങ് ആയിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ താഴെ എഴുതുക എസ് പ്ലസ് ഹാഡ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് BEN ബീൻ പ്ലസ് verb plus ING. Subject had plus being plus verb plus ING. Okay, okay. Sajana. Sajana. Shahid. Okay. Priya. സാർ ഓക്കെ ഓക്കെ. പ്രിയയുടെ നാട് എവിടെയാണ്? കോട്ടയം. കോട്ടയം. വിവാഹിതയാണോ? അതെ. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു നാട്? കോട്ടയം തന്നെ. കോട്ടയം തന്നെ. എന്നാലും നമുക്കൊരു പേര് പറ. പേര് മാറിയിട്ടുണ്ടാവില്ലേ? കറുകച്ചാൽ. കറുകച്ചാൽ. ഓക്കെ, അപ്പൊ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പ്രിയ താമസിച്ചിരുന്നത് കറുകച്ചാലായിരുന്നു. കറുകച്ചാലില് ഏതാണ്ട് എത്ര കൊല്ലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു? കറുകച്ചാല് കറുകച്ചാലുണ്ട്. ഞങ്ങള് കറുകച്ചാലുകാരാ പണ്ട് തൊട്ടേ. ഉദ്ദേശം മതി. ഞാനൊരു ഉദ്ദേശം പറയുന്നത് 1990 കേട്ടോ. 1990. ഓക്കെ, ഞാൻ പറയാം. അപ്പൊ നമുക്ക് വേണ്ട സെന്റൻസ് ആണ് പ്രിയ. 1990 മുതൽ ഞാൻ കറുകച്ചാലിൽ താമസിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ താമസിക്കുന്ന കറുകച്ചാലാണ് അർത്ഥം വരുന്നത്. നേരത്തെ നമുക്ക് കിട്ടിയ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ താമസിക്കുന്ന അവിടെയാണ്, ഇപ്പോഴും അവിടെയാണ്, നാളെയും അവിടെയാണ്. ഞാൻ കറുകച്ചാലിലായിരുന്നു, പിന്നെ മാരേജ് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് മാറി കോട്ടയം പ്രോപ്പറിലേക്ക് മാറി. യെസ്, ഓക്കെ. അതൊന്ന് പറഞ്ഞപ്പോ ഇംഗ്ലീഷ് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നത്. അത് പറ്റിട്ടൊന്ന് പറഞ്ഞേ. I had been living at കറുകച്ചാൽ. അത് വേറെ വർഷമൊന്നും പറയണില്ല. അധികരിക്കും. ഐ ഹാഡ് ബീൻ ലിവിങ് അറ്റ് കറുകച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കറുകച്ചാലിന് മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെയല്ല. അതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ജോലിയുണ്ട്, അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ട് ജോലിയുണ്ട്, പക്ഷെ ഇപ്പൊ ജോലിയില്ല. അപ്പൊ ഐ ഹാഡ് ബീൻ വർക്കിംഗ് അതാ പറയേണ്ടത്. I had been working St. Agnes High School as a teacher. നിങ്ങളുടെ പ്രൊഫൈൽ എഴുതുമ്പോൾ ഐ ഹാഡ് ബീൻ വർക്കിംഗ്. അപ്പൊ അത് കേൾക്കും വായിക്കുന്ന ആൾക്ക് മനസ്സിലാകണം അതിന്റെ അർത്ഥം എന്താണ്. ഇപ്പൊ ജോലിയില്ല, മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട് അവിടെയാണ്. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല. ഇതൊക്കെ നോക്കാണ്ടൊക്കെ നമ്മൾ പല സ്ഥലത്തും തോന്നിയ പോലെ അടിച്ചു വിട്ടിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, പോയത് പോയി, കൈവിട്ട് പോയി. ഇനി നമ്മൾ കറക്റ്റ് ചെയ്ത് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ താമസിക്കുന്ന ഐ ഹാവ് ബീൻ ലിവിംഗ് കറുകച്ചാൽ എന്ന് പറയും. അതിനുശേഷം ഇപ്പൊ അവിടെ അല്ല താമസിക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. അതന്നെ, ഇപ്പൊ അവിടെ അല്ല, നേരത്തെ താമസിച്ചിരുന്നത് ഇപ്പൊ താമസിക്കുന്നത് നാളെയും അവിടെ തന്നെയാണെങ്കിലാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ പറഞ്ഞു ഇപ്പൊ അവിടെ അല്ല, അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആയി. അപ്പൊ പ്രിയക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. 2020 മുതൽ 2024 വരെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പ്രിയ 2025 ഈ വർഷം
ഒരു വേറൊരു സ്കൂളിലേക്ക് അപേക്ഷ എഴുതുമ്പോൾ ആ അപേക്ഷയുടെ ലെറ്ററിൽ ഒരു വാചകം എഴുതരുത്. ഞാൻ സെന്റ് ആഗ്നസ് എന്ന് പറയുന്ന സ്കൂളില് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന സംഗതി നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണം. മലയാളത്തിൽ എഴുതണമെങ്കിൽ നമുക്കത് എഴുതാം. സെന്റ് ആഗ്നസ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ അപേക്ഷ 2025 കൊടുക്കുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണെങ്കിൽ അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണ്ടേ. അപ്പൊ ഐ ഹാഡ് ബീൻ വർക്കിംഗ് എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? ആ സ്ഥലത്തിന്റെ പേര്. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം ലെറ്റർ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു ടീച്ചർ പറയണ ആ കൊച്ചിന് ജോലി ഉണ്ടല്ലോ, അപ്പൊ വിവരമുള്ള ആൾക്കാരിലേക്ക് പറയും ജോലി ഉണ്ടെന്നല്ല എഴുതിയേക്കണത്, ജോലി ഉണ്ടായിരുന്നു എന്നാണ്. അത് ജോലി ഉണ്ടെന്നല്ല എഴുതിയേക്കണത്, ജോലി ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ഹാഡ് ബീൻ വർക്കിംഗ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് എന്താണെന്ന് മനസ്സിലായി, പാസ്റ്റ് പെർഫെക്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഞാൻ സമയക്കുറവ് മൂലം അടുത്തലേക്ക് പെട്ടെന്ന് പോവുകയാണ്. അടുത്ത ടെൻസ്. അപ്പോ അതിന്റെ എക്സാമ്പിൾ ആയിരിക്കും ഐ ഹാഡ് ബീൻ. ഓക്കെ ഓക്കെ. ഗൗരി പറയുന്നു ഐ ഹാഡ് ബീൻ റീഡിങ് ബാലഭൂമി. കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ്. ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യാണ്, ബാലഭൂമിയൊക്കെ വായിക്കുകയാണ് അല്ലേ? വെരി ഗുഡ്. ശരിക്കും ഐ ഹാഡ് ബീൻ ലിവിങ് അറ്റ് കറുകച്ചാൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി 12ാമത്തെ ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 12ാമത്തെ ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. യെസ്. ആ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ അർത്ഥം അല്ല സെക്ടർ എഴുതിക്കോളൂ. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് have plus HAV, have plus been plus BEN, been plus verb plus ing. I will repeat. Subject plus will അല്ലെങ്കിൽ shall plus have plus been plus verb plus ing. Future പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് ഭാവിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നർത്ഥം വരുന്ന വാക്കിലാണ് ആ സെന്റൻസ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, ബീന്, വെർബ് പ്ലസ് ing. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സബ്ജക്ട് ഇപ്പൊ ഐ പറഞ്ഞു, ഐ വിൽ പറഞ്ഞു, ഹാവ് പറഞ്ഞു, ബീൻ. അപ്പൊ ഐ വിൽ ഹാവ് ബീൻ ലിവിങ് അറ്റ് നോർത്ത് പറവൂർ. ഭാവിയില് ഞാൻ അവിടെ ആയിരിക്കും, അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ സ്കൂൾ. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ സ്കൂൾ എന്നതിൽ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് 12 ടെൻസുകളെ കുറിച്ച്. മക്കളെ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഈ 12 ടെൻസുകളിലല്ലാതെ ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതാൻ പറ്റില്ല. നിങ്ങൾ ഏത് സെന്റൻസ് വേണമെങ്കിലും എടുത്തോ, ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും ആ വാചകം. അതല്ലാതെ ഇംഗ്ലീഷിൽ വേറെ ടെൻസ് ഇല്ല. ഈ 12 ടെൻസുകളിലേ എഴുതാൻ പറ്റും. അപ്പൊ ഈ 12 ടെൻസുകൾ ഏതാണെന്നും അതിന്റെ പേരെന്താണെന്നും ആ ടെൻസുകളിൽ വരുന്ന സ്ട്രക്ചർ എന്താണെന്നും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി നമുക്ക് അതിനെ കുറിച്ചൊരു ഗ്രാഹ്യം കിട്ടും. ഈ 12 ടെൻസുകളിൽ അല്ലാതെ ഇംഗ്ലീഷിൽ വേറൊരു ടെൻസ് എഴുതാൻ പറ്റില്ല, വേറെ ടെൻസ് ഇല്ല. ഈ ടെൻസുകളെ തന്നെ അങ്ങാടും ഇങ്ങോട്ടും മാറ്റുന്ന വേറെ ടെക്നിക്കുകളുണ്ട്. പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഒക്കെ പറഞ്ഞിട്ട് അത് വേറെ ടെക്നിക്ക്. പക്ഷെ ഓക്കെ 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 ഓക്കെ. കൃഷ്ണേന്ദു, ഈ 12 ടെൻസുകളിലല്ലാതെ ഇംഗ്ലീഷിൽ ഒരു വാചകം പോലും ആർക്കും എഴുതാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ള. ഏത് വാചകം നിങ്ങൾ എടുത്തോളൂ, ആ വാചകത്തെ എല്ലായിടത്തും ഈ 12 ടെൻസുകളിലായിരിക്കും. അപ്പൊ ഓരോ വാചകത്തിന്റെയും അർത്ഥവും ആ ടെൻസിൽ വരുന്ന വാചകത്തിന്റെ അർത്ഥവും അതിന്റെ അർത്ഥ വ്യത്യാസവും അടുത്തതുമായിട്ട് എങ്ങനെ വ്യത്യാസം വരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ശരിക്കും ഒരു ടേബിൾ പോലെ 3 വീതം വരുന്നത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, അത് 3 മൂലയിൽ. അതിന്റെ അടിയിൽ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് 6. അതിന്റെ അടിയിൽ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതിന്റെ അടിയിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്,
ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 ടെൻസുകളെ ഇംഗ്ലീഷിലുള്ളൂ. ഈ ടെൻസുകളിലെ എഴുതാവൂ, ഇങ്ങനെയേ സെന്റൻസുകൾ എഴുതാവൂ. ഇതാണ് ഇംഗ്ലീഷിലുള്ള നിയമം. അപ്പൊ ഈ ടെൻസും ഈ ടെൻസിന്റെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി അത് ശരിയായി പഠിച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് 2 പേജോ 4 പേജോ ഒക്കെ ഇങ്ങനെ എഴുതാം. ആ എഴുതാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൂടി ചെയ്യാൻ പറയാനും പറ്റുമല്ലോ. യെസ്, ഇത് ഏതെങ്കിലും ടെൻസ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ ഗൗരിപ്രിയ. ഓക്കെ, ഇന്ന് രാവിലെ എഴുന്നേറ്റം മുതലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കി. എനിക്ക് കടവത്തെ ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ മറുപടി പറയണം. റെഡി ആയിട്ടത്. ഓക്കെ, ഇന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഇന്ന് രാവിലെ ഒടുങ്ങി ചെയ്ത സംഭവം. ഓക്കെ, I wake up at 6 o'clock. അവിടെ നിൽക്കട്ടെ. I wake up at 6 o'clock. WAK എന്നാണ്. അപ്പൊ നജില പറഞ്ഞ ഏത് ടെൻഷനാണ് പറഞ്ഞേക്കുന്നത് പറയാമോ? I wake up at 6 o'clock എന്ന് ഗൗരി പറഞ്ഞത് ഏത് ടെൻഷനാന്ന് പറയാമോ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, വെരി ഗുഡ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് കയറി വന്നു. ഓക്കെ, ഗൗരി അടുത്ത വാചകം പറഞ്ഞു. And I started my cooking. I started my routine. ഓക്കെ, കടവത്തെ പറയൂ ഏത് ടെൻഷനാണ് വന്നിരിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. കണ്ടോ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. അത് വന്നത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഈ അടുത്ത ഒരെണ്ണം പറഞ്ഞു. ഗൗരി കണ്ടിന്യൂ. ഓക്കെ, നാളെ ചെയ്യാൻ പോണ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് പറയാം. എന്ത് സാർ? നാളെ ചെയ്യാൻ പോണ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് പറയാം. നാളെ മോന് സ്കൂളിൽ പോകൂലേ? അത് പറയാം. I will go to school tomorrow. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഞാൻ വിളിക്കാം. അടുത്ത് ആലോചിച്ച് വെച്ചിട്ട് I will go to school tomorrow. ഓക്കെ, കടവത്തെ ഏത് ടെൻസ് ആയപ്പോ? സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ ആയി. കണ്ട, വിൽ അല്ലെങ്കിൽ ശാല വെർബിന്റെ പ്രസന്റ് സിമ്പിൾ ഇതുണ്ട്. ഇത് ടെൻസിലെ വരും. ഈ ടെൻസിലല്ലാതെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാനില്ല. ഓക്കെ, ഇപ്പൊ ഗൗരി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു. ഇപ്പോൾ ചെയ്യുന്നത് പ്രസന്റിൽ പറഞ്ഞു. ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കില്ല, അത് പറഞ്ഞാൽ മതി. ഞാനിപ്പോ ജോബ് സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാന്നുള്ള ടോക്ക്. I talking to job sir. ഓക്കെ, അപ്പൊ ഞാൻ ജോബ് സാറുമായിട്ട് സംസാരിക്കാറുണ്ടെന്നാണ്. അങ്ങനെയല്ല, ഞാൻ ജോബ് സാറായിട്ട് സംസാരിക്കാറില്ല, ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. അപ്പോ I am talking അങ്ങനെ പറയുന്നതാണ്. Okay, I am talking to ജോബ് സാർ. ഓക്കെ, ഇനി അടുത്തത് ഗൗരി ആലോചിച്ച് വെച്ചോ. ഇന്നലെ ഈ സമയത്ത് എന്ത് ചെയ്യായിരുന്നു എന്ന് ആലോചിച്ച് വെച്ചോ. ഞാൻ വരാം. ഓക്കെ, I am talking to ഓക്കെ കൃഷ്ണ, I am talking to ജോബ് സാർ എന്ന് പറഞ്ഞപ്പോ കടവത്തെ ടെൻസ് ഏതായി? പ്രസന്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ പ്ലസ് ഐ. ഓക്കെ, ഇന്നലെ ഈ 11:30 ഗൗരി എന്ത് ചെയ്യുകയായിരുന്നു? Yesterday I had ഈ സമയത്ത് eaten food. I had eaten food. നോക്കൂ, അത് I was eating food. ഇന്നലെ 11:30 ഞാൻ എന്ത് ചെയ്യാണ്? ഭക്ഷണം കഴിക്കുകയായിരുന്നു. Yesterday I was eating food at 11:30. ഇന്നലെ 11:30 ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ കടവത്തെ പറഞ്ഞ ഏത് ടെൻസായി? അതിപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. കേട്ടോ, ഇനി നാളെ, അതായത് വ്യാഴാഴ്ച, നാളെ ഇതുപോലെ സമയത്ത് ഗൗരി എന്ത് ചെയ്യായിരിക്കും? I will go to my home. I will be leaving home to my own home. ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരിക്കും. I will be leaving the home to my own home. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കടവത്തെ അപ്പൊ ഇത് ടെൻസ് ആയത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയി. കണ്ട, ഓക്കെ അപ്പൊ വെരി ഗുഡ് ഗൗരി, വെരി ഗുഡ് നെജില. ഓക്കെ, ഇതുപോലെ നമ്മൾ പറയുന്ന ഏത് വാചകം പറഞ്ഞു കഴിഞ്ഞാലും
അത് ഈ 12 ടെൻസുകളിൽ ഏതെങ്കിലും ഒരു ടെൻസുകളിലായിരിക്കും. ഏതെങ്കിലും ഒരു ടെൻസ്. ഇതല്ലാണ്ട് ഇംഗ്ലീഷിൽ വേറെ ടെൻസ് ഇല്ല. 12 ടെൻസേ ഉള്ളൂ. അപ്പൊ നിങ്ങളത് ബൈഹാർട്ട് പോലെ അതിന്റെ അർത്ഥവും അതിന്റെ സ്ട്രക്ചറും ഒന്ന് മനസ്സിൽ വെക്കുക. എപ്പോഴും സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ഉറക്കത്തിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് അത് പറയാൻ പറ്റും. ഓക്കെ, ഐ ആം ഗോയിങ്. ഓക്കെ, കറക്റ്റ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ യാത്ര പോകുമ്പോഴോ വണ്ടിയുടെ കാറിലേക്ക് പോകുമ്പോൾ ബോർഡ് കാണുമ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരു പരസ്യത്തിന്റെ ഒരു വാചകം റോഡ് സൈഡിലേക്ക് കാണുമ്പോൾ നിങ്ങൾ വെറുതെ ആലോചിക്കുക. എത്രമാത്രം നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ തലമുണ്ടാക്കും. ഒരു സാധ്യതയുള്ള കാര്യം ആലോചിക്കാം. അത് ഏത് ടെൻഷൻ? ഞാൻ പഠിച്ചിട്ടുള്ള 12 എണ്ണത്തിന്റെ ഏതെങ്കിലും വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നി. നിങ്ങൾ അടുത്ത വർഷം വരുമ്പോൾ എന്നോട് ചോദിക്കുക, കാരണം ഞാൻ അന്ന് വന്നപ്പോ അവിടെ ഇങ്ങനെയാണല്ലോ കണ്ടത്, എന്താ അങ്ങനെ വന്നത്, എന്താണ് അത് അങ്ങനെ വന്നത്? അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ പഠിച്ച ഇന്ന ടെൻസ് തന്നെയാണ്, ആ ടെൻസ് അത് ഇന്ന പോലെ എഴുതിയത് കൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ 12 ടെൻസിലെ ഇംഗ്ലീഷ് വിഭാജകം വരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ടെൻസുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചോളൂ. ഈ 12 ടെൻസുകളിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. We will meet next time. Okay, till then, bye. Okay, thank you, sir. Thank you, sir. Okay, sir. Thank you, Thank sir. you, sir. Okay. Thank you, sir.